തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 20b പാർട്ട്. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടുവെന്നറിയാതെ ഞാൻ കുടഞ്ഞൊഴിഞ്ഞ് കളയും എന്ന് വിചാരിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യന്റെ ആത്മകഥമാണ്. ആരാണ് ഇയാൾ? ഇസ്രയേലിനെ 20 സംവത്സരം ന്യായപാലനം ചെയ്ത ദാൻ ഗോത്രത്തിലെ വീരസിംഹം, ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് വിതച്ച, അവർക്കുമേൽ യഹോവയ്ക്ക് ആരവാരം മുഴുക്കി സ്തുതിഗീതം അർപ്പിച്ച ഇസ്രയേലിന്റെ വീരയോദ്ധാവ് ശിംശോൻ എന്ന ന്യായാധിപൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 അധ്യായങ്ങളിലെ 96 വാക്യങ്ങളിലൂടെ ശിംശോന്റെ അത്ഭുതകരവും അതിശയകരവുമായ ചരിത്രം നിറഞ്ഞു നിൽക്കുന്നു. കരുത്തനായ ശിംശോനുള്ള കാലത്തോളം ഇസ്രയേലിന് ഫെലിസ്തീർക്ക് ഒരിക്കലും വിജയം കിട്ടുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഫെലിസ്തീർ തന്ത്രമാർഗത്തിലൂടെ ശിംശോനെ തകർക്കാൻ ശ്രമിക്കുന്നു. അവർ അതിൻ്റെ സാഹചര്യങ്ങൾ അന്വേഷിച്ച വേളയിലാണ് അസുലഭമായ ഒരവസരം അവരുടെ മുൻപിൽ വന്നു പെടുന്നത്. അവരുടെ കൂട്ടത്തിലെ ഒരു സുന്ദരി ദലീലയുമായി ശിംശോൻ ഗാഢമായ പ്രണയത്തിലാണ്. ഫെലിസ്തീ പ്രഭുക്കന്മാർ ദലീലയുടെ അടുക്കൽ ചെന്ന് ശിംശോന്റെ ശക്തിയുടെ രഹസ്യം എങ്ങനെയും തങ്ങൾക്ക് പറഞ്ഞു നൽകണമെന്ന് അവളോട് അറിയിക്കുന്നു. അവർ പറയുന്നു, അതിന് പകരമായി ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് പ്രതിഫലം നൽകാം. പണത്തിന് മുൻപിൽ പ്രണയത്തിന് എന്താ വില? ദലീല ശിംശോനെ ചതിക്കാൻ തീരുമാനിക്കുന്നു. ശിംശോനോടൊപ്പമുള്ള വേളയിൽ സ്നേഹം ഭാവിച്ച് ദലീല ശിംശോനോട് ചോദിക്കുന്നു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? ദലീലയിലെ ഒന്ന് കബളിപ്പിക്കണമെന്നുറച്ച് ശിംശോൻ അവളോട് പറയുകയാണ്, പച്ചയായ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി ചോർന്നു പോകും. ദലീല ബന്ധിക്കുന്നു. തീ തൊട്ട ചണം പോലെ ശിംശോൻ അത് തകർത്ത് കളയുന്നു. ശിംശോൻ വീണ്ടും പറയുന്നു, പുതിയൊരു കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ശക്തി ചോർന്നു പോകും. ദലീല ബന്ധിക്കുന്നു. നൂല് പൊട്ടിക്കുന്നത് പോലെ ശിംശോൻ പൊട്ടിച്ചു കളയുന്നു. ശിംശോൻ വീണ്ടും പറയുന്നു, എൻ്റെ തലമുടി നൂൽപ്പാവോട് ചേർത്ത് നെയ്താൽ ബന്ധിച്ചാൽ എൻ്റെ ശക്തി ചോർന്നു പോകും. ദലീല ബന്ധിക്കുന്നു. അതിൻ്റെ കുറ്റിയും യന്ത്രങ്ങളും ശിംശോൻ പറിച്ചെറിയും. 3 പ്രാവശ്യം ദലീല ബന്ധിച്ചപ്പോഴും അതിനെ തകർത്തെറിയുന്ന ശിംശോനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദലീല ഏറെ അസ്വസ്ഥതയിലായി. അവൾ ശിംശോനോട് പറയുന്നു, നീ ഹൃദയം കൊണ്ട് അകന്നിരിക്കെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥം എന്താണ്? നീ എന്നെ ചതിക്കുകയാണ്, ശരിക്കും ചതിക്കുകയാണ്. നിന്റെ ശക്തിയുടെ രഹസ്യം ഇതുവരെയും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഏതിനാൽ ബന്ധിക്കണം നിന്നെ എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അവനെ അസഹ്യപ്പെടുത്തുകയാണ്. ശിംശോൻ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തൻ്റെ ഉള്ളം അവളോട് അറിയിച്ചു. ശിംശോൻ പറയുകയാണ്, എൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ നാസീറാണ്. എൻ്റെ തല എപ്പോൾ ക്ഷൗരം ചെയ്യുന്നു, എൻ്റെ ശക്തി ക്ഷയിച്ചുപോയി, ഞാൻ സാധാരണ മനുഷ്യനെ പോലാകും. ദലീല ഉടൻ തന്നെ ശിംശോനെ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കുന്നു. 7 ജടയും മുറിച്ചു മാറ്റുന്നു. ശിംശോനെ വിളിച്ചിട്ട് പറയുന്നു, ശിംശോൻ ഫെലിസ്തീരിത. തുടർന്നുള്ളതാണ് നമ്മുടെ കുറിവാക്യം. അപ്പോൾ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയും എന്ന് വിചാരിച്ചു. ശിംശോൻ കുടഞ്ഞൊഴിഞ്ഞ് കളയാൻ ശ്രമിക്കുകയാണ്, എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് ത്രാണിയില്ലാതെ പോകുന്നു. ശിംശോൻ ബലഹീനനാകുന്നു. വചനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ഫെലിസ്തീർ ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചവനെ ചെമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുന്നു.
അവിടെ ശിംശോൻ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു എന്ന് വചനം പറയുന്നു. ഏറ്റവും കരുത്തനായ മനുഷ്യനാണ് ഇതുപോലെ ബലഹീനനാകുന്നത്. എത്ര ശോചനീയമായത്, എത്ര ദയനീയമായത്, എന്തൊരു ഗതികേടായത്. എത്ര കരുത്തുള്ളവനാണെന്നറിയാമോ ശിംശോൻ? ഒരുപക്ഷെ മാനുഷിക ബുദ്ധിക്കത് മനസ്സിലാകയില്ല. വേദപുസ്തകം കൃത്യമായി ശിംശോന്റെ ശക്തിയുടെ രഹസ്യം പറയുന്നുണ്ട്. 14, 15, 16 അധ്യായങ്ങളിൽ. 14-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്: അലറി വരുന്ന സിംഹത്തിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു ശിംശോൻ. അതാണ് ശിംശോൻ. 15-ാം അധ്യായത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് 300 കുറുക്കന്മാരെ ശിംശോൻ പിടിച്ച് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അതിന്റെ നടുവിൽ പന്തം വെച്ച് ഫെലിസ്ത്യ വിളവുകളെ നശിപ്പിച്ചു. അതാണ് ശിംശോൻ. 15-ന്റെ 15-ാം വാക്യം മുതലാണെന്ന് തോന്നുന്നു. ശിംശോൻ ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 പേരെ സംഹരിക്കുന്നു. അതാണ് ശിംശോൻ. ഗസ്സിയിൽ വെച്ച് ശിംശോനെ തടയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രധാന കവാടത്തിന്റെ വാതിലുകളും ഓടാമ്പലുകളും കതകുകളും എല്ലാം തകർത്ത് ഭാരമേറിയ ആ കട്ടളകൾ വഹിച്ചുകൊണ്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിലേക്ക് കൂടിയവനാണ് ശിംശോൻ. മാനുഷിക ബുദ്ധിക്ക് ശിംശോന്റെ ശക്തി മനസ്സിലാകില്ല. അത്ര കരുത്തനാണ് ഇത്ര ദയനീയമായി പരാജയപ്പെടുന്നത്. അത്ര ശക്തനായ മനുഷ്യനാണ് ബലഹീനനായി മാറുന്നത്. അത്ര ശക്തനായ മനുഷ്യനാണ് അന്തസ്സ് കളയുന്നത്. അത്ര ശക്തനായ മനുഷ്യനാണ് പരിഹാസപാത്രമാകുന്നത്. അത്ര ശക്തനായ മനുഷ്യനാണ് തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബലം എവിടെയാണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ശക്തി എവിടെയാണ് ചോർന്നു പോകുന്നത്? നമ്മുടെ അന്തസ്സ് എവിടെയാണ് നഷ്ടപ്പെടുന്നത്? എവിടെയാണ് പരിഹാസപാത്രമാകുന്നത്? എവിടെയാണ് തലകുനിക്കുന്നത്? ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ശക്തി എന്തെന്ന് നാം തിരിച്ചറിയണം. ശിംശോന്റെ ശക്തി എന്താണ്? അവൻ എവിടെയാണ് ബലഹീനനാകുന്നത്? അവന് പറ്റിയ പാളിച്ചകൾ എന്താണ്? എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുൻപാകെ അത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവം കൂടെയുള്ളതാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോകുന്നു. ദൈവം കൂടെയുള്ളതാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോകുന്നു. നമുക്കറിയാം, 3 പ്രാവശ്യം ദലീലയുടെ ബന്ധനങ്ങളെ തകർത്ത് യഹോവയ്ക്ക് സ്തുതിഗീതം പാടിയവനാണ് ശിംശോൻ. 4-ാം പ്രാവശ്യം ദലീല അവനെ ബന്ധിക്കുമ്പോൾ അവൻ മുൻപിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ശിംശോൻ എന്ത് മാറ്റുക സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. തലമുടി മാത്രമേ മുറിച്ചു മാറ്റിയുള്ളൂ. അവന്റെ മെയ്ക്കരുത്ത് അതുപോലെയുണ്ട്, പേശികളുടെ ബലം അതുപോലെയുണ്ട്, അവന്റെ ആകാരത്തിന്റെ വലിപ്പം അതുപോലെയുണ്ട്, ശരീരത്തിന്റെ പുഷ്ടി അതുപോലെയുണ്ട്. അതുപോലെ അജാനുബാഹുവായി തന്നെ അവൻ നിൽക്കുന്നു. എന്നിട്ടും അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അവൻ ബലഹീനനായി പോകുന്നു. പഴയ കരുത്തും വീര്യവും ഭുജബലവും പേശികളുടെ ശക്തിയും ഒക്കെ അതുപോലുണ്ട്. പക്ഷെ അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വചനം പക്ഷെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. യഹോവ അവനോട് കൂടെ ഇല്ലാതായി പോയി. യഹോവ അവനെ വിട്ടുകളഞ്ഞു. അങ്ങനെയെങ്കിൽ ശിംശോന്റെ ബലം എന്താണ്? ദൈവം കൂടെയുള്ളതാണ് ശിംശോന്റെ ബലം. ഇതാണ് അവൻ മറന്നുപോയത്. ഒരു വിശ്വാസിയുടെ ബലം എന്താണ്? സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബലം. തിരുവചനത്തിൽ ശിംശോൻ എങ്ങനെ ബലം ലഭിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തിമ്നയുടെ മുന്തിരിത്തോപ്പിൽ അലറി വരുന്ന സിംഹത്തിന്റെ മുൻപിൽ ശിംശോൻ ആദ്യം ഒരുപക്ഷെ ഭയചകിതനായി കാണും. പക്ഷേ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു, കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്ന്. 15-ാം അധ്യായത്തിലും ഇങ്ങനെയാണ്. ഫിലിസ്ത്യർ അവനെ ബന്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു, അവൻ ബന്ധനങ്ങളെ തകർക്കുന്നു,
കഴുതയുടെ പച്ചത്താടിയിലുണ്ട് 1000 പേരെ സംഹരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൂടെയുള്ളപ്പോഴാണ് ശിംശോന് ബലമുണ്ടായത്. ദൈവം കൂടെ ഇരുന്നപ്പോഴാണ് ശിംശോന് ബലമുണ്ടായത്. ഇതാണ് ശിംശോൻ മറന്നുപോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ബലം എന്താണ്? ദൈവം കൂടെയുള്ളതല്ലേ നമ്മുടെ ബലം? ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ദൈവം കൂടെയുള്ളത് കൊണ്ടല്ലേ നാം പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ നാം ആർജിച്ച സ്വത്താണോ, നമ്മുടെ മസിൽ പവറാണോ, നമ്മുടെ മണി പവറാണോ, നമ്മുടെ പദവികളാണോ? ഇതെല്ലാം വിഫലമാകുന്ന ചില നിമിഷങ്ങളില്ലേ? ജീവിതം ഇനി എങ്ങനെയെന്ന് ചിന്തിക്കുന്ന നിമിഷം നമ്മളാരും തളർന്നു പോയിട്ടില്ല. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്താൽ. ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുക്തി കൊണ്ടും സ്വയം എടുക്കുകൊണ്ടും ഒന്നും നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. ദൈവം കൂടെയുള്ളതാണ് നമ്മുടെ കരുത്തെന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും ദൈവം കൂടെയില്ലെങ്കിൽ നമ്മൾ അടിപതറിപ്പോകത്തില്ലേ? COVID-19 ആദ്യ സമയങ്ങളിൽ ഏറെ ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറ്റലി. രോഗികൾ പെരുകി, ഹോസ്പിറ്റലുകൾ നിറഞ്ഞു, 100 കണക്കിന് ആളുകൾ മരിച്ചു. ആരോഗ്യ പ്രവർത്തകർ നിസ്സഹായരായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ആരോഗ്യ മേഖലയുടെ നിയന്ത്രണം കൈവിട്ടു. ഈ സമയത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഒരു അഭിമുഖം ദൃശ്യമാധ്യമങ്ങൾ കണ്ടു. ഈറനണിഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കൊറോണ വൈറസിനെതിരെ പോരാടാനുള്ള എല്ലാ മാർഗവും അടഞ്ഞു. ഞങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർന്നുപോയി. ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ചില സമയം നാം ചേർത്ത് പിടിച്ചത്, നാം വിശ്വസിച്ചത് എല്ലാം ബലഹീനമാകുന്ന നിമിഷങ്ങളില്ലേ? നമ്മുടെ മെയ്ക്കരുത്തും നമ്മുടെ മസിൽ പവറും എല്ലാം ആന്ന് ചിന്തിച്ച സമയങ്ങളിൽ അതൊന്നുമല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? ഒരു അർബുദം പോരെ, ഒരു കൊറോണ പോരെ എല്ലാം പോകാൻ. ഒരു വിശ്വാസിയുടെ ബലം ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. കോവിഡിന്റെ സമയം മിഡിൽ ഈസ്റ്റിലുള്ള എൻ്റെ സ്നേഹിതന്മാരെ എല്ലാം ഞാൻ വിളിച്ചു. കാരണം അവർ അനുഭവിക്കുന്ന മാനസിക വ്യത കൃത്യമായി ഞാനന്ന് മറ്റൊരു സ്ഥലത്തായതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റിലുള്ള ഒരാൾ എൻ്റെ അടുക്കൽ പറഞ്ഞത് ഇങ്ങനെ: അച്ഛാ, 2.5 മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട്. ഭാര്യയെയും അമ്മയെയും മക്കളെയും അറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. കടം വാങ്ങിയാണ് ഞാൻ എല്ലാ മാസവും അയക്കുന്ന തുക അതുപോലെ വീട്ടിലേക്ക് അയക്കുന്നത്. എൻ്റെ സ്നേഹിതന്മാർക്ക് ചിലർക്കൊക്കെ കോവിഡ് ബാധിച്ചു. അതിലൊരാൾ മരണമടഞ്ഞു. എനിക്കെപ്പോഴീ രോഗം വരുമെന്നറിയില്ല. ഞാൻ മുറിക്കകത്തൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ: കോവിഡ് ബാധിച്ച് അനാഥപ്രേതം പോലെ ഇവിടെ കിടന്ന് മരിക്കരുത്. ഞാൻ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മൃതശരീരം നാട്ടിൽ കൊണ്ടുപോകണം. എൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അടക്കണം. അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. പിന്നച്ചോ, ഞാൻ പിടിച്ചു നിൽക്കുന്നത് ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്. അതാണ് എൻ്റെ ബലം. പ്രിയമുള്ളവരെ, എല്ലാം തകിടം മറിയുന്ന നിമിഷങ്ങളില്ലേ? ബലമെന്ന് ചിന്തിച്ചത്, കരുത്തെന്ന് ചിന്തിച്ചത് എല്ലാം നിഷ്ഫലമായ നിമിഷങ്ങളില്ലേ? ശിംശോനെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയാൻ ശ്രമിക്കുകയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കുടഞ്ഞൊഴിയണമെങ്കിൽ അത് ദൈവത്തിലുള്ള ബലം നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പറ്റുകയില്ല. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? കടലോളവും കണ്ണീരിന്റെ നടുവിലും ഉദിച്ചിരിക്കുന്ന സൂര്യൻ കണക്ക്. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലതകളോ ഇല്ല. പക്ഷേ ഒരു കുഞ്ഞു പ്രശ്നങ്ങളുടെ മുൻപിൽ അടിപതറിപ്പോയിട്ടില്ലേ? എന്താണ് ഒരു മനുഷ്യന്റെ ആത്മീയത നിശ്ചയിക്കുന്നത്? ജീവിതത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല,
അതിനെ എങ്ങനെ ദൈവബോധ്യത്തോടെ കരുത്തോടെ നേരിടുന്നു എന്നുള്ളതാണ്. ശിംശോന്റെ പാളിച്ച അവനവന്റെ ഭൗതികമായ കരുത്തിൽ ആശ്രയിച്ചു. അവനവിടെ പരാജയപ്പെടുന്നു. 84-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ നടുവിൽ സിയോന്റെ പെരുവഴികളുണ്ട്. ദൈവത്തിൽ ബലമാർജിച്ചാൽ ഇടുങ്ങിയ വഴികളും അടഞ്ഞ വഴികളും എല്ലാം മാറും. തമ്പുരാൻ ഒരു പെരുവഴി സിയോനിലേക്ക് നമുക്കായി ഒരുക്കുമെന്നാണ് പറയുന്നത്. എല്ലാ മാർഗങ്ങളും അടഞ്ഞ നിമിഷങ്ങളിൽ, ഇടുങ്ങിയതാണ് ജീവിതമെന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ തമ്പുരാൻ കർത്താവ് അവനെ മുറുകെ പിടിച്ചപ്പോൾ വിശാലമായൊരു വഴി നമുക്ക് തുറന്നു തന്നിട്ടില്ലേ? കണ്ണുനീർ താഴ്വര ഉണ്ടാകും ദൈവത്തിൽ ബലമുണ്ടെങ്കിലും. പക്ഷേ അതിനെ കുളിർമയുടെ അനുഭവമാക്കി മാറ്റും, ജലാശയമാക്കി മാറ്റും, ആനന്ദത്തിന്റെ അനുഭവമാക്കി മാറ്റും. കണ്ണുനീർ താഴ്വര മാറുമെന്നല്ല, അതിനെ അത് ദൈവം കുളിർമയുടെ അനുഭവമാക്കി മാറ്റും ദൈവത്തെ മുറുകെ പിടിച്ചാൽ. അതാ ഞാൻ മുൻപ് പറഞ്ഞത്. ജീവിതത്തിൽ ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ അചഞ്ചലമായി ദൈവഭക്തിയോട് അടിപതറാത്ത വിശ്വാസത്തോട് മുന്നേറുന്ന ചില മനുഷ്യർ. ഒരു മനുഷ്യന്റെ ആത്മീയത നിശ്ചയിക്കുന്നത് ദൈവത്തിൽ നമ്മൾ ബലമാർജിക്കുമ്പോഴാണ്. ഒരാളുടെ ബലം എന്താണ്? അത് അചഞ്ചലമായ ദൈവവിശ്വാസമാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ കൃത്യമായ നിർവചനം ഹബക്കൂക്ക് പ്രവചനം 3:17 പറയുന്നുണ്ട്. എന്താണ്? നമ്മളൊക്കെ എബ്രായ ലേഖനമാ എന്നാ ചിന്തിക്കുന്നത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനം, വിശ്വാസത്തിന്റെ നിർവചനം എന്നൊക്കെ. ഹബക്കൂക്ക് പ്രവചനം 3:17: അത്തിവർഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, എങ്കിലും 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 ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ ബലം. പ്രിയമുള്ളവരെ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഇത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനിടയാകരുത്. ശിംശോന്റെ പാളിച്ച ദൈവം കൂടെയുള്ളതാണ് ബലമെന്നുള്ളത് അവൻ മറന്നു പോവുകയാണ്. ഡോക്ടർ റാൻഡെ കാർലെ യൂണിവേഴ്സിറ്റിയുടെ ഡീനാണ്. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് പാൻക്രിയാസിന് ക്യാൻസർ വന്നു. നല്ല അതിവേദനയാണ്, ശരീരം നന്നേ ക്ഷീണിച്ചു. ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോകണം, എൻ്റെ സ്നേഹിതരെ കാണണം, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കണം, എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം, എൻ്റെ വിദ്യാർത്ഥികളോട് അഭിമുഖം നടത്തണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഡോക്ടർമാർ അനുവദിച്ചു. ഡോക്ടർ റാൻഡെ കാർലെ യൂണിവേഴ്സിറ്റിയിലെത്തി. അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ കണ്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അത്രമേൽ അവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു നിരാശയുമില്ല. ആത്മവിശ്വാസമുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും, അദ്ദേഹം ചില പ്രകടനങ്ങൾ പോലും നടത്തിയെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹം നീണ്ടൊരു പ്രസംഗം നടത്തി. അത് ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡെ എന്ന പേരിൽ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരി ലെക്ചർ എടുത്തിട്ടുണ്ട്, അവസാനത്തെ ലെക്ചർ, അവസാനം നിങ്ങളോട് പറയുന്ന കാര്യം. നീണ്ട പ്രസംഗത്തിന്റെ ഒടുവിൽ ഡോക്ടർ റാൻഡെ പറഞ്ഞത് ഇങ്ങനെ: പ്രിയമുള്ളവരെ, അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരേ ഒരു കാര്യം. നമ്മുടെ ജീവിതം ഒരു ചീട്ടുകളി പോലെ, കയ്യിൽ വരുന്നത് ഏതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ആണ്. കയ്യിൽ വരുന്നത് എന്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ആണ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ബലം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതാണ് നമ്മുടെ ബലം. ദൈവം കൂടെയുള്ളതാണ് നമ്മുടെ ബലം, അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു കോവിഡിന്റെ മുൻപിൽ എല്ലാം പോയില്ലേ? ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതാകട്ടെ നമ്മുടെ ബലം. അമേരിക്കയുടെ 46-ാം പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേറ്റു. ലോകം മുഴുവൻ സന്തോഷിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങൾ, വഴിത്താരകൾ സഹന കലുഷിതമായിരുന്നു. 1972 ബൈഡൻ സെനറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സമയങ്ങളിൽ തന്നെയാണ്
അദ്ദേഹം ഏറ്റവും സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നൈലയും അദ്ദേഹത്തിൻ്റെ കൈക്കുഞ്ഞ് നവോമിയും കാർ ആക്സിഡന്റിൽ മരണമടഞ്ഞത്. 2 ആൺമക്കൾ ബോയും ഹണ്ടറും. അവർ രണ്ടുപേരും ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലിലായി. 1973 ജനുവരി മാസം ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിലായ ബോയുടെ കിടക്കയിൽ അരികിൽ നിന്നുകൊണ്ടാണ് ബൈഡൻ സെനറ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ മക്കളെ കാണുവാൻ, അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ, അവരുമായി ഭക്ഷണം കഴിക്കുവാൻ വാഷിംഗ്ടൺ DC-യിൽ നിന്ന് മൈലുകൾ താണ്ടിയാണ് അദ്ദേഹം സ്വഭവനത്തിലേക്ക് വന്നത്. മിക്കവാറും വരുമായിരുന്നു അദ്ദേഹം. ഗുരുതരമായി പരിക്കേറ്റ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബോ എന്ന മകൻ 2015 ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരണമടഞ്ഞു. ബൈഡനെ ഒത്തിരി തളർത്തിക്കളഞ്ഞതാണത്. മകന്റെ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം നന്നേ കഷ്ടപ്പെട്ടു. ഒരു വേള തൻ്റെ വീട് പോലും നഷ്ടപ്പെടുന്ന ഘട്ടത്തിലെത്തി. ഇലക്ഷൻ പ്രചരണ വേളയിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച തൻ്റെ മകനെ, അതിവേദന അനുഭവിച്ച തൻ്റെ മകനെ അനുസ്മരിച്ചുകൊണ്ട് ബൈഡൻ പറഞ്ഞതിങ്ങനെ: എൻ്റെ മകൻ എൻ്റെ മുൻപിൽ ഒരു ഉപാധി വെച്ചു. അപ്പാ, എൻ്റെ മരണശേഷം അപ്പൻ വിശ്രമ ജീവിതത്തിലേക്ക് പോകരുത്. അപ്പൻ പൊതുരംഗത്ത് തന്നെ സജീവമായിരിക്കണം. അതാ എൻ്റെ ആഗ്രഹം. ബൈഡൻ പറയുകയാണ്, പൊതുജീവിതത്തിൽ തുടരാൻ പ്രേരണ തന്നത് എൻ്റെ മകൻ്റെ വാക്കാണ്. അതിവേദന അനുഭവിച്ച് മരണക്കിടക്കയിൽ കിടന്ന മകനെ കണ്ണുനീരോടെ ഓർത്തുകൊണ്ട് ബൈഡൻ അവസാനം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലാണ് വിശ്വാസം നമ്മെ സംരക്ഷിക്കുന്നത്. ഇരുണ്ട ഇടങ്ങളിലാണ് ദൈവം നമുക്ക് ബലം നൽകുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെ സമൃദ്ധിയിലാണോ, അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളിലാണോ നാം ദൈവത്തെ കണ്ടത്? ദൈവസന്നിധിയിൽ നമുക്ക് ബലം പ്രാപിക്കാൻ കഴിഞ്ഞത്? ജീവിതത്തിൻ്റെ ശോധനകളിലും വേദനകളിലും ഒക്കെയാണ്, അവ്യക്തതകളിലും ആശങ്കകളിലും ഒക്കെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബലം ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ശിംശോന്റെ ബലഹീനത എന്താണ്? ദൈവം കൂടെയുള്ളതാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോയി. അതാണ് ശിംശോന്റെ ബലഹീനത, ശിംശോന്റെ പാളിച്ച. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നു അവനൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും സർവവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ നമ്മുടെ ബലം ദൈവമാകട്ടെ. പ്രതിസന്ധികളിൽ അടിപതറാതെ കരുത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മോട് കൂടെയിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2, ശിംശോന്റെ പാളിച്ച. വൃദ്ധമാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോയി. മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവസന്നിധിയിൽ നാസീറായിരിക്കും. നാസീർ വ്രതമായിരുന്നു ശിംശോന്റെ ബലം. ഇതാണ് അവൻ മറന്നുപോയത്. നാസീർ വ്രതം എന്തെന്ന് കൃത്യമായി സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1, വീഞ്ഞോ മദ്യമോ കുടിക്കരുത്. മുന്തിരിപ്പഴം പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ അത് കഴിക്കരുത്. അതുകൊണ്ട്
നാസീർ വ്രതം എടുത്തവർ മുന്തിരിത്തോട്ടങ്ങളിൽ പോകാറില്ല. അറിയാതെങ്ങാനും ഒരു പഴം കഴിച്ചാൽ വ്രതം മുടക്കപ്പെടും. എന്നാൽ ശിംശോന്റെ ചരിത്രം ഒന്ന് നോക്കണം. തിമ്നയുടെ മുന്തിരിത്തോട്ടത്തിലാണ് അയാൾ പലപ്പോഴും. 2, മൃതശരീരത്തിൽ തൊടരുത്. 3, തലമുടി ക്ഷൗരം ചെയ്യരുത്. ഇതാണ് നാസീർ വ്രതത്തിന്റെ കണ്ടീഷൻ. ഇതനുസരിച്ചാണ് ശിംശോൻ മുന്നോട്ട് ജീവിച്ചത്. ഇടയ്ക്ക് ഈ വ്രതം അയാൾ മറന്നുപോയി. ഇതാണ് നാസീർ വ്രതം, നസറീറ്റ് വാവ്. ഈ നസറീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ വേർഡ് നസറീറ്റ് മീൻസ് ടു ബി സെപ്പറേറ്റഡ്, ടു ബി സാങ്ക്ടിഫൈഡ് എന്നാണ്. കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കോൺസെക്രേറ്റഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഫോർ ഡിവൈൻ പർപ്പസ്. അങ്ങനെയെങ്കിൽ ശിംശോന്റെ വ്രതം എന്താണ്? ദൈവത്തിനായി ശുദ്ധീകരിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ജീവിതം, ഒരു ധാർമ്മിക ജീവിതം, വിശുദ്ധ ജീവിതം. ഇതാണ് ശിംശോന്റെ ബലം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ബലം എന്താണ്? ദൈവം ഏൽപ്പിച്ചതനുസരിച്ച് വിശുദ്ധിയോട്, വിശ്വസ്തയോട്, ധാർമ്മിക ബോധ്യത്തോട് ജീവിക്കുന്നതാണ് ഒരാളുടെ ബലം. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വ്രതത്തിന്റെ ബോധ്യം അനുസരിച്ച് ജീവിച്ചപ്പോൾ ശിംശോനെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. 13-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: മഹേന ദാനിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. വ്രതത്തിന്റെ ബോധ്യം അനുസരിച്ച് ജീവിച്ചപ്പോഴാണ്, ശക്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കി. വ്രതം മുറിച്ചപ്പോഴോ? 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ദലീല അവന്റെ വ്രതം മുറിച്ച് മാറ്റുന്നു. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ദലീല അവനെ ഒതുക്കി തുടങ്ങി. വ്രതം അനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവം അവനെ ശക്തീകരിച്ചു. വ്രതം മുറിക്കപ്പെട്ടപ്പോൾ ദലീല അവനെ ഒതുക്കി തുടങ്ങി. അതിന്റെ അർത്ഥം എന്താ? വ്രതം അനുസരിച്ച് ജീവിച്ചപ്പോൾ അവൻ ശക്തനായി, വ്രതം മുറിക്കപ്പെട്ടപ്പോൾ അവൻ ബലഹീനനായി. അല്പം കൂടി വിശാലമായിട്ട് പറഞ്ഞാൽ, വ്രതം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ആത്മാവിന് അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം. വ്രതം മുറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്താൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുക എന്നർത്ഥം. ശിംശോനെ വിളിച്ചത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വ്രതമുള്ള ജീവിതം നയിക്കാനാണ്. ശിംശോൻ ജഡത്തിനനുസരിച്ച് ജീവിച്ച് ബലഹീനനാകും. ശിംശോന്റെ വ്രതം പൂർണ്ണമായി മാറ്റപ്പെട്ടത് ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങിയ സമയത്താണെങ്കിൽ പോലും 14-ാം അധ്യായം തുടങ്ങുന്നത് മുതൽ ശിംശോന്റെ വ്രതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ശിംശോൻ പടിപടിയായി പിന്മാറ്റത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അവന്റെ ദൈവവിളിയിൽ നിന്ന് അവൻ പുറകോട്ട് പോകുന്ന ഒരു മൂല്യച്യുതി സംഭവിക്കുന്നു. 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കാണുന്നത്: ശിംശോന് തിമ്നയിൽ ചെന്നു. അവിടെ ഒരു ഫെലിസ്തി കന്യകയെ ഇഷ്ടപ്പെട്ടു. മാതാപിതാക്കളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവളെ എനിക്ക് വേണം. അവർ പറയുന്നു, നമ്മുടെ കൂട്ടത്തിൽ കന്യകമാരില്ലേ, അഗ്രചർമ്മികളുടെ മകളെ എന്തിനാ നിനക്ക്? ശിംശോൻ പറഞ്ഞു, എനിക്ക് അവളെ ബോധിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് വിരുദ്ധമായി തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് വ്രതത്തിന്റെ പിന്മാറ്റം തുടങ്ങുന്നത്. വീണ്ടും നാം കാണുന്നുണ്ട്, ശിംശോൻ കൊന്നൊടുക്കിയ ഒരു സിംഹം. ശിംശോൻ തിരികെ വരുമ്പോൾ അതിന്റെ മൃതശരീരത്തിൽ തേനും തേനീച്ചക്കൂടും ഇരിക്കുന്നത് കണ്ടു. ശിംശോൻ അതെടുക്കുന്നു, ഭക്ഷിക്കുന്നു, പേരൻസിന് കൊടുക്കുന്നു. മൃതശരീരത്തെ തുടരുത് എന്നുള്ളത് നാസീർ വ്രത നിയമം, അതും അയാൾ ലംഘിക്കുന്നു. തിമ്നയിൽ ഈ കന്യകയുടെ വീട്ടിൽ ശിംശോൻ ഒരു വിരുന്ന് ഒരുക്കുന്നു. യൗവനക്കാർ അക്കാലത്ത് അത് അങ്ങനെ ഒരുക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഒരു പ്രീ വെഡിങ് സെലിബ്രേഷനാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് അക്കാലത്ത് ഒരാഴ്ചയോളം ഈ പ്രീ വെഡിങ് സെലിബ്രേഷൻ നടക്കും. അതിൻ്റെ പ്രധാന അവിടെ നൽകുന്നത് മദ്യമാണ്. അങ്ങനെയെങ്കിൽ ശിംശോൻ ഒരു പ്രീ വെഡിങ് നടത്തുകയാണ്, ഒരു മദ്യസൽക്കാരം നടത്തുകയാണ്. വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കുക എന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതും അയാൾ കളഞ്ഞു കുളിക്കുന്നു. പിന്നീട് അവരുമായി ഒരു പന്തയം വെക്കുക, ഒരു ചൂതാട്ടം ഒരു കടങ്കഥ നടത്തുകയാണ്. എന്നിട്ടൊരു പന്തയം വെക്കുകയാണ്.
കൗശലത്തിൽ കടങ്കഥ പറഞ്ഞ് പരാജയപ്പെടുത്തി എങ്ങനെയും പണം കൈക്കലാക്കുക അക്കാലത്തെ ഒരു രീതിയായിരുന്നു. ഇക്കാലത്തെ ചൂതാട്ടം പോലെ അയാൾ അതും ചെയ്യുന്നു. 15-ാം അധ്യായത്തിൽ അയാൾക്ക് ഒരു ഫിലിസ്തീയ സ്ത്രീ ഭാര്യയായിട്ടുണ്ട്. ഒരു വേശ്യയുടെ അടുക്കൽ പോകുന്നു, ഗസ്സയിലെ വേശ്യയുടെ അടുക്കൽ. തീരുന്നില്ല, വീണ്ടും ദലീല എന്ന മാദക സുന്ദരിയുടെ പ്രലോഭനം അനുസരിച്ച് അയാൾ ജീവിക്കുന്നു. എന്താ അയാൾക്ക് പറ്റിയത്? വ്രതമനുസരിച്ച് ജീവിച്ചപ്പോൾ ആത്മാവ് അയാളെ ശക്തീകരിച്ചു തുടങ്ങിയതാണ്. പക്ഷെ പതുക്കെ പതുക്കെ അയാൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ഡിമിനിഷിങ് ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതായി കാര്യം. നമ്മളെയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശുദ്ധിയോടും വിശ്വസ്തയോടും ഒക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ. ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരും. അത് വലിയ അപകടമാണ്. ശിംശോൻ ഒരു നിമിഷം കൊണ്ടല്ല ബലഹീനനായത്. ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലും അയാൾക്കൊരു പിന്മാറ്റം സംഭവിച്ചു. തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്രതമനുസരിച്ച്, നിയോഗമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് നാം പോകുന്നുണ്ടോ? ഇവിടെ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ദലീല അയാളെ ചതിക്കുന്നത് പോലും അയാൾ മനസ്സിലാക്കുന്നില്ല. പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വിളി മറന്നു തുടങ്ങിയാൽ സുബോധം പോലും നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, 3 പ്രാവശ്യം ദലീല അയാളെ ബന്ധിക്കുക തകർക്കാൻ വേണ്ടി. ശിംശോൻ അതിനെ മുഴുവൻ തകർത്തെറിയുന്നു. വീണ്ടും ദലീല അയാളെ അസഹ്യപ്പെടുത്തിയിട്ട് ശക്തിയുടെ രഹസ്യം ചോദിക്കുക. എന്നിട്ടും ഇത് ദലീല ചതിക്കുന്നു എന്നുള്ളത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അതാ ഏറ്റവും വിഷമം തോന്നുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ചിലത് തലയ്ക്ക് പിടിച്ചാൽ സുബോധം നഷ്ടപ്പെടും. അത് പ്രണയമാകട്ടെ, കാമമാകട്ടെ, മദ്യമാകട്ടെ, എന്തിന്, പണമാകട്ടെ, പദവിയാകട്ടെ, ചിലത് തലയ്ക്ക് പിടിച്ചാൽ സുബോധം നഷ്ടപ്പെടും. പ്രണയവും കാമവും ഒക്കെ തലയ്ക്ക് പിടിച്ച് സുബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന എത്ര പേരെയാണ് നമ്മൾ കാണുന്നത്. മദ്യത്തിന്റെ ലഹരിയിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ. ചോരക്കുഞ്ഞിനെ കടൽക്കരയിലെ കരിങ്കലിന്റെ മേൽ എറിഞ്ഞു കൊന്ന് കാമുകനോടൊപ്പം പോയ സ്ത്രീ സാക്ഷര കേരളത്തിലെ. കാമം തലയ്ക്ക് പിടിച്ചാൽ, മദ്യം തലയ്ക്ക് പിടിച്ചാൽ സുബോധം നഷ്ടപ്പെടും. കാട്ടിക്കൂട്ടുന്നത് എന്തെന്നറിയത്തില്ല, എന്തൊക്കെയോ അവരെ നിയന്ത്രിച്ചുകൊണ്ട് പോകും. തൃശ്ശൂരിൽ നടന്ന സംഭവമാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: തലക്കടിയേറ്റ് മകൻ മരിച്ചു, പിതാവ് അറസ്റ്റിൽ. കുടിച്ചു കൂത്താടി നടക്കുന്ന ആളാണ് അപ്പൻ. ഒരു തുള്ളി മദ്യം ഉപയോഗിക്കാത്ത പരമസ്വാത്വികനായ അധ്യാപകനാണ് അപ്പൻ. കുടിച്ചു കൂത്താടി നടക്കുന്ന മകൻ കുറെ മദ്യം ചെന്ന് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം എന്താണെന്നറിയാമോ? അപ്പൻ മദ്യം കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൻ ഇത് പറ്റില്ല. എങ്ങനെ ചെയ്യാൻ അയാൾക്ക്? ഓണത്തിന്റെ തലേ ദിവസം മകൻ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ അപ്പൻ കയറി വരുന്നത്. അപ്പോഴീ മകന് ഹാലിളകി. അപ്പൻ ഉടനെ മദ്യം ഒഴിക്കണം. അയാൾ പരമാവധി പിന്മാറാൻ ശ്രമിച്ചു. മകൻ അപ്പനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ടും അയാൾ വിട്ടുമാറാൻ ശ്രമിച്ചു. ഒടുവിൽ അവിടെ ഇരുന്ന ഒരു ചുറ്റികയെടുത്ത് മകൻ അപ്പനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. നിക്കക്കള്ളിയില്ലാതെ ഈ സാധു മനുഷ്യൻ ആ ചുറ്റിക തിരിച്ചെടുത്ത് പിടിച്ച് മകനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തലയ്ക്കൊന്ന് അടിക്കാൻ നോക്കിയതാ. തലയ്ക്കടിയേറ്റ് മകൻ മരിച്ചു. പരമസ്വാത്വികനായ അപ്പൻ ജയിലിൽ കഴിയുക. മദ്യം തലയ്ക്ക് പിടിച്ചാൽ, കാമം തലയ്ക്ക് പിടിച്ചാൽ, പ്രണയം തലയ്ക്ക് പിടിച്ചാൽ, പണമാണെല്ലാം എന്നൊരാൾ ചിന്തിച്ചാൽ, അധികാരമാണെല്ലാം എന്ന് ചിന്തിച്ചാൽ സുബോധം നഷ്ടപ്പെടും. എങ്ങനെയും തരം താഴും. അങ്ങനെ സുബോധം നഷ്ടപ്പെട്ട ഒരാൾ അയാളുടെ അന്തസ് പോലും കളഞ്ഞു കുളിക്കുക. ഇസ്രയേൽ പാളയത്തിൽ യഹോവയ്ക്ക് ആരവാരം മുഴക്കിയ മനുഷ്യനാണോ? ഇസ്രയേലിന്റെ വീരയോദ്ധാവാണ്. അയാളെയാണ് ദലീല ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ എന്താ സംഭവിച്ചത്? ഫെലിസ്ത്യയാളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഗസ്സയിലെ കാരാഗൃഹത്തിൽ കൊണ്ട് ബന്ധിക്കുകയാണ്, ചെമ്പ് ചങ്ങലകൾ കൊണ്ട്.
തീരുന്നില്ല. അയാൾ അവിടെ മാവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുന്നില്ല. ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരു കളിപ്പാവയെ പോലെ അയാളെ കൊണ്ടുപോകുന്നു. ഫെലിസ്തീനയുടെ കേവലം ഒരു ബാല്യക്കാരനാണ് ശിംശോനെ നിയന്ത്രിച്ചത്. 1000 ഫെലിസ്തീനെ കഴുതയുടെ താടിയൊല്ലുകൊണ്ട് അടിച്ചു കൊന്ന ശിംശോനെയാണ് അവരുടെ ഒരു നിസ്സാര ബാല്യക്കാരൻ നിയന്ത്രിക്കുന്നത്. വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, ദാഗോന്റെ ക്ഷേത്രത്തിൽ ശിംശോൻ കളിച്ചെന്ന്. തലകുനിച്ച് നിൽക്കുകയാൾ. ഒരാൾ അയാളുടെ നിയോഗം മറന്നാൽ, വ്രതം മറന്നാൽ, സുബോധം നഷ്ടപ്പെട്ടാൽ അയാളുടെ അന്തസ്സ് കളഞ്ഞു കുളിക്കും, പരിഹാസപാത്രമാകും. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടതായ ഗതികേടുണ്ടാകും. ധാർമ്മിക പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇസ്രയേലിനെ സജ്ജമാക്കേണ്ട ശിംശോനാണ് പരിഹാസപാത്രമായി ദാഗോന്റെ ക്ഷേത്രത്തിൽ തലകുനിച്ച് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ കരുത്ത് നമ്മുടെ ധാർമ്മികതയാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടോ? +2 മകൻ വീട്ടിൽ വരികയാണ്. കുടിച്ചു കൂത്താടി നിൽക്കുന്ന അപ്പൻ വിവസ്ത്രനായി കട്ടിലിൽ കിടക്കുകയാണ്. മകനിത് കണ്ടു, വലിയ ഷോക്കായി പോയി. അവൻ വാവിട്ട് കരഞ്ഞു. ബോധം വന്നപ്പോഴാ അപ്പൻ ചെയ്തതെല്ലാം അയാൾ ഓർത്തത്. അച്ഛൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കെൻ്റെ മകനെ നോക്കാൻ ഇപ്പം പറ്റുന്നില്ല. അവൻ്റെ മുൻപിൽ അറിയാതെ തല കുനിയുകയാണ്, ശരീരം വിറയ്ക്കുകയാണ്. അവനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നമ്മുടെ കരുത്ത് നമ്മുടെ ധാർമ്മികതയാണ്, ജീവിത വിശുദ്ധിയാണ്, ദൈവമേൽപ്പിച്ചിരിക്കുന്ന വ്രതത്തെ പറ്റിയുള്ള ബോധ്യമാണ്, അതിനനുസരിച്ചുള്ള ജീവിതമാണ്. ഇത് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഫ്രാങ്ക്ലിൻ എന്നൊരു മനുഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ അപ്പയാ എൻ്റെ ബലം. അത്രത്തോളം കരുത്തുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താ? അയാളുടെ മെയ്ക്കരുത്താണോ? അയാൾ ആർജിച്ച സ്വത്തിനെ പറ്റിയാണോ? ഒരിക്കലുമല്ലല്ലോ. ആ ധാർമ്മിക ജീവിതം, വിശുദ്ധ ജീവിതം, അതാ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും കരുത്ത്. അതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത്. ഇന്ന് മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഒരു കൃശഗാത്രനായൊരു മനുഷ്യൻ, സൂര്യൻ അസ്തമിക്കാത്ത പ്രതാപമുള്ള ബ്രിട്ടൻ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചത് തൻ്റെ മെയ്ക്കരുത്ത് കൊണ്ടൊന്നുമല്ല, തൻ്റെ ധാർമ്മിക ജീവിതം കൊണ്ടാണ്. അതിനു മുൻപും പിൻപും രാജ്യങ്ങൾ വിജയിച്ചത് യുദ്ധങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. ഒരു മനുഷ്യന്റെ ധാർമ്മിക ശക്തിയുടെ മുൻപിൽ ബ്രിട്ടൻ മുട്ടുകുത്തുകയാണ്. മഹാത്മജിയോളം കരുത്തുള്ള മനുഷ്യര് ആരാ ഭാരതഭൂമിയിലുള്ളത്? നാം നമ്മുടെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാനുള്ള കരുത്തും ഈ ധാർമ്മികതയാകണം, മറ്റൊന്നുമല്ല. ഒരു ധാർമ്മിക ജീവിതമാകണം നമ്മുടെ ജീവിതത്തിന്റെ കരുത്ത്. അത് കാലം കഴിഞ്ഞാലും ആയില്ല, അതെന്നും ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. 1989 ജൂൺ മാസം 5-ാം തീയതി ചൈനയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായ സമയമായിരുന്നു. ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ ഇങ്ങനെ സംഘടിച്ച് നിൽക്കുകയാണ്. അതിനെ തകർക്കാൻ തക്കവണ്ണം പട്ടാള ഭരണകൂടം തീരുമാനിക്കുന്നു. പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ, നിരായുധരായ വിദ്യാർത്ഥികൾക്ക് നേരെ പട്ടാള ഭരണകൂടം ടാങ്കുകൾ ഇറക്കിവിടുകയാണ്. ചീറിപ്പാഞ്ഞു വരുന്ന ടാങ്കറിന്റെ മുൻപിൽ നിസ്സഹായരായി വിദ്യാർത്ഥി പ്രക്ഷോഭർ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. എവിടെ നിന്നോ ഒരു ചെറുപ്പക്കാരൻ ഓടി ഏറ്റവും മുൻപിലുള്ള ടാങ്കിന്റെ മുൻപിൽ നിന്ന് അതിനെ നോക്കി വിരൽ ചൂണ്ടി നിൽക്കുന്നു. ആരോ ആ ഫോട്ടോ എന്നെടുത്തു. അത് പിറ്റേ ദിവസം മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ അവരെ ഫയർ ചെയ്യുവാൻ വേണ്ടി വരുന്ന ടാങ്കുകൾ, അതിൻ്റെ മുൻപിൽ
നിരായുധനായ ഒരു മനുഷ്യൻ വിരൽ ചൂണ്ടി നിൽക്കുന്നു. അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ദ പവർ ഓഫ് വൺ, ഒരാളുടെ കരുത്ത്. ലോകത്തിൽ മുഴുവൻ നടമാടുന്ന അടിച്ചമർത്തലിനെതിരെയുള്ള ശബ്ദത്തിൻ്റെ പ്രതീകമായി ആ ചിത്രം മാറി. എന്തൊരു കരുത്താ മനുഷ്യന്! ആ മനുഷ്യൻ പിന്നെ എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ അറിയില്ല. ഒരുപക്ഷെ ടാങ്ക് നിരങ്ങി നീങ്ങിയപ്പോൾ അരഞ്ഞുപോയി കാണുകയാണ്. പക്ഷേ ലോകത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ നമ്മളേറെ സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ദ പവർ ഓഫ് വൺ, ഒരാളുടെ കരുത്ത്. നമ്മുടെ കരുത്ത് എന്താണ്? അത് നമ്മുടെ ധാർമ്മിക ജീവിതമാണ്, വ്രതമുള്ള ജീവിതമാണ്. ഇക്കാലങ്ങളിൽ ഏറെ മാതാപിതാക്കളായി നാം ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറയ്ക്ക് ഒരു ധാർമ്മിക ജീവിതം കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നാം ചൊല്ലിക്കൊടുക്കുന്നതല്ല, നാം കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ധാർമ്മിക ജീവിതമാണ് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത്. മദ്യപിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ, വിഹിതമല്ലാതെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്തെങ്കിലും അവർക്കുണ്ടോ? വഴിവിട്ട ജീവിതം നയിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും ആ രീതിയിൽ മാറുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ചുവടൊന്ന് പിഴച്ചാൽ 70 പിഴയ്ക്കും നമ്മുടെ തലമുറയുടേത്. ഒരു ധാർമ്മിക വിശുദ്ധ ജീവിതം കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു നാസീർവ്രതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു ഗോഡ് കോൺഷ്യസ് ആണ്, ഇതൊരു ദൈവബോധമാണ്, ഇതൊരു മനസ്സാക്ഷിയാണ്. ഇത് മുറിക്കപ്പെട്ടാൽ ഏത് തരത്തിലും തരം താഴും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു നാസീർവ്രതമില്ലേ? നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു നാസീർവ്രതമില്ലേ? നാം ഇടപെടുന്ന മേഖലകളിൽ ഒരു നാസീർവ്രതമില്ലേ? ഇത് ബ്രേക്ക് ചെയ്യപ്പെടരുത്. ഇത് പോയി കഴിഞ്ഞാൽ ബലഹീനരാകുന്നു, പരിഹാസപാത്രമാകുന്നു, അന്തസ്സ് കളഞ്ഞു കുളിക്കുന്നു, ജീവിതം അർത്ഥമില്ലാതായി മാറുന്നു. ഏറെ ഇക്കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ പറ്റി ചിന്തിക്കണം. പറയാൻ കാരണം എന്താണെന്നറിയാമോ? ചുരുക്കം ചില കുടുംബങ്ങളിലാണെങ്കിലും പങ്കാളിക്കപ്പുറമായി ആരൊക്കെയോ കടന്നു വരുന്നു. ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒറ്റ കാരണം മാത്രം മതി നമ്മുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകാൻ. ദാമ്പത്യ ജീവിതത്തിനൊരു പരിശുദ്ധിയുണ്ട്, ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ഇതിനപ്പുറമായൊരു ചിന്ത വന്നാൽ ജീവിതം പരിതാപകരമാകും. പിതാക്കന്മാർ വിവാഹത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മാരേജ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ചർച്ച് ആൻഡ് സീൽഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. വിവാഹം സഭ ക്രമീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് മുദ്രയിടുന്നു. അങ്ങനെയെങ്കിൽ ഈ ദാമ്പത്യ ബന്ധങ്ങൾക്കപ്പുറമായ ഒരു ചിന്ത മനസ്സിൽ കടന്നാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ലെന്നാണ് വചനം പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം അഡൾട്ടറിയാണ്, വ്യഭിചാരമാണ്. ഒരു ധാർമ്മിക ജീവിതം, ഒരു നാസീർവ്രതം, അതെല്ലാ മേഖലകളിലും നാം നിലനിർത്തണം. ഇക്കാലത്ത് നമ്മുടെ ടീനേജുകാരോടും ചിലത് പറയേണ്ടിയിരിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ശിംശോൻ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ പറയുന്നു, അത് വേണോ? ചർമ്മികളുടെ ഇടയിൽ നിന്ന് ഒരുവളെ സ്വീകരിക്കണോ? നമ്മുടെ ഇടയിൽ കന്യകയില്ലേ? ശിംശോൻ പറയുക, എനിക്ക് ബോധിച്ചത് ഞാൻ ചെയ്യുക. ഇവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറയുക. ശിംശോന് ബോധിച്ച പോലെ ജീവിക്കാനാണോ ദൈവം അവനെ വിളിച്ചത്? ദൈവത്തിന് ഇണങ്ങിയതുപോലെ ജീവിക്കാനാണ്. ഇന്ന് നമ്മുടെ കൗമാരക്കാരുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം അവർക്കിണങ്ങിയതുപോലെയും അവർക്ക് ബോധിച്ചതുപോലെയും ജീവിക്കുക എന്നുള്ളതാ. അങ്ങനെ ചില അപകടങ്ങളിൽ പെടുന്ന എത്രയോ പേര്. തിരുവനന്തപുരം ആറ്റുകാലിലെ ഒരു അമ്മയുടെ ആദി മുഴുവനും നഷ്ടപ്പെട്ടു പോയ മകളെ പറ്റിയാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു തിരോധാന കേസിലെ മുഖ്യ പരാതിക്കാരിയാണ് ബിന്ദു എന്നമ്മ.
അവരുടെ മകൾ നിമിഷ കാസർഗോഡ് ദന്തൽ കോളേജിലെ ഏറ്റവും മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് കാസർഗോട്ടുകാരൻ യാഹിദ എന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് IS-ൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. അന്നു മുതൽ അമ്മയുടെ നെഞ്ച് നീറുകയാണ്. 2015 ജൂൺ മാസം 4-ാം തീയതിയാണ് അമ്മ അവളെ അവസാനമായിട്ട് കണ്ടത്. അവൾ ഇവിടെ നിന്ന് മാറുന്നതിന് മുൻപ് തലേ ദിവസം വരെ എൻ്റെ മകൾ എന്താ കഴിച്ചത് എന്ന് 3 നേരവും ആ സ്ത്രീ ചോദിച്ചിരുന്നു. ആ അമ്മയെ അവൾ മറന്നുപോയി. അവളെ തട്ടിക്കൊണ്ടുപോയ യാഹിദ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മകൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള അറിവാണ് അവസാനം അമ്മയ്ക്ക് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് TV-യിലൊക്കെ നമുക്ക് അവരെ കാണാൻ പറ്റും. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: IS ഭീകരർ തടവിലാക്കി അവൾ ഒന്നെങ്കിൽ ചാവേറായി കാണും, അല്ലെങ്കിൽ അവരുടെ അടിമയായി കാണും. ഒരമ്മ നെഞ്ചുപൊട്ടിയിരിക്കുകയാണ്. തനിക്കിണങ്ങിയതുപോലെ, തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് ജീവിതം നശിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. മംഗളം ദിനപത്രത്തിൽ കുറെ നാളായിട്ടൊരു പരമ്പരയുണ്ടായിരുന്നു: കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും. അതിലെ ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്നു. അതിനങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഇടങ്ങളിൽ നിന്ന് കൗമാരക്കാരായ അനേക കുഞ്ഞുങ്ങൾ പ്രണയത്തിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങുന്നു. കൂടുതലും ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ പരമ്പരയിലുണ്ട്. കൃത്യമായ സർവേ. ഒരു തരത്തിലും യോജിക്കാത്തത്, സൗന്ദര്യം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ ആത്മീയത കൊണ്ടോ ഒരു തരത്തിലും യോജിക്കാത്ത ചില ബന്ധങ്ങളിലാണ് ഇവർ വിട്ടുവിടുന്നത്. ഇങ്ങനെ ചില പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുന്നു. നെഞ്ചു പൊട്ടുന്ന മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നു. അവനെ അവളെ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവരുന്നു. കോടതിയിൽ ഹാജരാക്കുന്നു പോലീസ്. ഒരു സൈഡിൽ അവളും അവനും അവിടെ നിൽക്കുന്നു. അപ്പുറത്തെ സൈഡിൽ മനസ്സ് തകർന്ന മാതാപിതാക്കൾ അവിടെ നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിക്കുന്നു. ചോദിച്ചതിന് ശേഷം അവസാനം കോടതി ഈ പെൺകുട്ടിയോടൊരു ചോദ്യം ചോദിക്കും: അപ്പനോടും അമ്മയോടും ഒപ്പം പോകുന്നോ അതോ ഇവനോടൊപ്പം പോകുന്നോ? മകൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, എല്ലാം ഞങ്ങൾ ക്ഷമിക്കാം, അവൾ ഞങ്ങളോടൊപ്പം വന്നാൽ മതി എന്ന് വാവിട്ട് കരയുന്ന അമ്മയെ തിരിഞ്ഞുപോലും നോക്കാതെ ജനിച്ച നാൾ മുതൽ, പിച്ചവെച്ച കാലം മുതൽ, വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കാവലായി കരുതലായി കൂടെയിരുന്ന മാതാപിതാക്കളെ തിരിഞ്ഞുപോലും നോക്കാതെ മിക്കവാറും കേസുകളിൽ അവനോടൊപ്പം പോകുന്നു എന്ന് അവൾ പറയുമ്പോൾ കോടതി നിസ്സഹായമായി പോകും. പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. വാവിട്ട് കരയുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ കോടതിക്ക് പറ്റുന്നില്ല. തലക്കെട്ടിങ്ങനെയാ: കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും. തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് സ്വയം നശിപ്പിക്കുകയാണ്. തനിക്ക് ബോധിച്ചതുപോലെയല്ല, ദൈവത്തിന് ബോധിച്ചതുപോലെ, കുടുംബത്തിന് ബോധിച്ചതുപോലെ ജീവിക്കണം. ഇതിനർത്ഥം നമ്മുടെ കുട്ടികളുടെ ഒന്നും ഇഷ്ടം വേണ്ട എന്നല്ല പറയുന്നത്. ഒരു കാര്യം ഓർക്കണം: ഒരു പ്രണയത്തിന്റെ പേരിൽ, ഒരു കാമത്തിന്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പടി ഇടറിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റില്ല. കുഞ്ഞുങ്ങളേറെ ശ്രദ്ധിക്കണം. വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷനുണ്ട്: ചൂസിങ് എ മൈറ്റ് ഈസ് ലൈഫ് ചേഞ്ചിങ്, that it should not be based on your will, but God's will, parents' will. ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ജീവിതം മുഴുവനുള്ളതാണ്. അത് നിങ്ങളുടെ താല്പര്യം മാത്രമാകരുത്. ദൈവത്തിൻ്റെ താല്പര്യം നോക്കണം, കുടുംബത്തിൻ്റെ താല്പര്യം നോക്കണം. നമ്മുടെ ബലമെന്താണ്? നമ്മുടെ ധാർമ്മികതയാണ്. ഒരു നസറീറ്റ് വൗ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ബോർഡർ ലൈൻ, ഒരു ചരട്
അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായി പോകും. ശിംശോന്റെ പാളിച്ചയുടെ കാര്യം എന്താണ്? വൃദ്ധം ബലം എന്നുള്ളത് അവൻ മറന്നുപോയി. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3, കാഴ്ചയായിരുന്നു ബലമെന്നുള്ളതും ശിംശോൻ മറന്നുപോകുന്നു. ഒടുവിൽ ശിംശോൻ ഇത് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. ദാഗോന്റെ ക്ഷേത്രത്തിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് ശിംശോൻ കിടക്കുകയാണ്. പരിഹസിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായിട്ട് കിടക്കുകയാണ്. എല്ലാവരുടെയും മുൻപിൽ യഹോവയ്ക്ക് ആരവാരം മുഴക്കിയവൻ ഇന്ന് തലകുനിച്ച് നിന്ദിക്കപ്പെട്ട ദാഗോന്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോഴയാൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു. അയാൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് നീ 1 പ്രാവശ്യം എനിക്ക് ശക്തി നൽകണം. ശിംശോൻ പറയുകയാ, ദൈവമേ ശക്തി തരണം, എനിക്ക് കാഴ്ചയുണ്ടാകണം, എൻ്റെ കണ്ണുകൾക്ക് വേണ്ടി അവരോട് പ്രതികാരം ചെയ്യേണ്ടതിന് 1 പ്രാവശ്യം എനിക്ക് ശക്തി തരണം. ശിംശോൻ തിരിച്ചറിയുന്നു കാഴ്ചയാണ് തൻ്റെ ശക്തി എന്ന്. നമ്മുടെ ബലം എന്താണ്? ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചയാണ് നമ്മുടെ ബലം. ശിംശോൻ ഭാവിയെ പറ്റി ചിന്തിച്ചില്ല. ദർശനമില്ലാതെ പോയി എന്നുള്ളതാണ് ശിംശോന്റെ പ്രശ്നം. അയാളുടെ ലോകത്തിൽ മാത്രം. നമുക്ക് എത്ര പേർക്ക് ജീവിതത്തെ പറ്റി, കുടുംബത്തെ പറ്റി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി, നമ്മുടെ തലമുറയെ പറ്റി നമുക്ക് എത്ര പേർക്ക് ദർശനമുണ്ട്? ദർശനമില്ലെങ്കിൽ വയ്ക്കുന്ന ചുവടുകൾ ഇടറിപ്പോകും. കഴിഞ്ഞകാല ദൈവത്തിൻ്റെ ഇടപെടലും ഓർക്കുകയില്ല. ശിംശോൻ ഇവിടെ കഴിഞ്ഞകാല ദൈവത്തിൻ്റെ ഇടപെടൽ മറക്കുന്നു. വയ്ക്കുന്ന ചുവടെല്ലാം അയാൾക്ക് പാളിപ്പോവുകയാണ്. അയാൾക്കിപ്പം നൈമിഷിക സുഖമാ, ഇന്നിൻ്റെ സുഖമാ. നാളെ പറ്റി അയാൾ ചിന്തിക്കുന്നേ ഇല്ല. അയാൾ ഒത്തിരി സെൽഫിഷായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശിംശോന്റെ കാലഘട്ടം ഇസ്രയേൽ 40 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ കാലഘട്ടമാണ്. ആ 40 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് അയാൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അയാൾ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുന്നത്. എന്തൊരു വിരോധാഭാസമായത്! റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നിറോ കണക്ക്. അയാൾക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ചിന്തയേയില്ല. ഇന്നിൻ്റെ സുഖം, നാളെ പറ്റി ചിന്തയില്ല. അതാണ് ശിംശോന്റെ ജീവിതത്തിന്റെ പ്രശ്നം. അയാൾക്ക് ആരോട് കമ്മിറ്റ്മെന്റ് ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ശിംശോൻ ഒരു ഫെലിസ്തീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ അവളെ മറക്കുന്നു, ഗസ്സയിലെ വേശ്യയുടെ അടുക്കൽ പോകുന്നു. വീണ്ടും ഒരു മാതകസുന്ദരിയുടെ പിന്നാലെ. ഭാര്യയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ അയാൾക്ക്? മാതാപിതാക്കളോടുണ്ടോ? മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അതയാൾ അപ്പാടെ ഉപേക്ഷിക്കുന്നു. ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഈ സ്ഥാനം തമ്പുരാൻ ഏൽപ്പിച്ചതാ, ആ ബോധ്യം അയാൾക്കുണ്ടോ? ഇസ്രയേൽ ജനതയോടുണ്ടോ? ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. സ്വന്തം കാര്യം, സ്വന്തം സുഖം, സ്വന്തം നേട്ടം. ശരിയായൊരു കാഴ്ചയോടുകൂടി കുടുംബത്തെ നയിക്കേണ്ടവൻ, ഇസ്രയേലിനെ നയിക്കേണ്ടവൻ സ്വന്തം സുഖങ്ങളിൽ അന്ധത പിടിച്ച് നീങ്ങുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്നത്തെ കാലഘട്ടം എല്ലാ മനുഷ്യനും അവനവന്റെ നൈമിഷിക സുഖങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതിന് ചില പ്രത്യേകതകൾ ഇന്നത്തെ സാംസ്കാരിക ദാർശനിക നേതാക്കന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഈ കൾച്ചർ ഓഫ് ഹാവിങ്, നേടുക, വെട്ടിപ്പിടിക്കുക. 2, കൾച്ചർ ഓഫ് മെറ്റീരിയലിസം, ഭൗതികവാദം. 3, കൾച്ചർ ഓഫ് എന്റർടൈൻമെന്റ്, സുഖിക്കുക. 4, കൾച്ചർ ഓഫ് സെൽഫ്, ഞാൻ. ഇന്നിന്റെ ലോകം ഇങ്ങനെ. ഇന്നിന്റെ സുഖം. ഭൂതകാലത്തെ പറ്റി ഓർക്കുകയില്ല, ഭാവിയെപ്പറ്റി ചിന്തയുമില്ല.
വർത്തമാന സുഖങ്ങളിൽ മാത്രം ഒരാളായാൽ അയാൾക്ക് എവിടെയാ കാഴ്ച? കാഴ്ച എന്നുള്ളത് അയാൾ മറക്കുകയാണ്. അയാൾക്ക് അയാളുടെ കുടുംബത്തെ പറ്റി ഒരു ദർശനം വേണ്ടേ? ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ? അത് ശിംശോന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നൊമ്പരപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ച എന്താണ്? ഭാവിയെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, ഉത്തരവാദിത്തങ്ങളെപ്പറ്റി, മക്കളെപ്പറ്റി എന്ത് ദർശനമാണ് നമുക്കുള്ളത്? ഈ നൈമിഷിക സുഖങ്ങളിൽ മാത്രമാണുള്ളത് എങ്കിൽ, ഇന്നിന്റെ സുഖം തേടിയാണ് ജീവിതമെങ്കിൽ, അവിടെ എവിടെയാണ് നമുക്ക് ദർശനമുള്ളത്? വിശ്വസാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയി മരണമടഞ്ഞിട്ട് 110 വർഷമായി. തന്റെ സാഹിത്യ രചനകൾ കൊണ്ട് ലോകത്തെ ചലിപ്പിച്ച മനുഷ്യനാണ് അയാൾ. അയാളെപ്പറ്റി പറയുന്നത് അയാൾ 5000 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എന്നാണ്. 800 പരിചാരകന്മാരുണ്ടായിരുന്നു. സാർ ചക്രവർത്തിമാരെക്കാൾ കൂടുതൽ രാജകീയമായി ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ അയാളുടെ ദാമ്പത്യ ജീവിതം എന്ന് കലഹം നിറഞ്ഞതായിരുന്നു. ടോൾസ്റ്റോയും സോഫിയയും തമ്മിൽ എന്നും ബഹളമാണ്. രണ്ടുപേരും അവരവരുടെ കാര്യം, അതിൻ്റെ പിടിവാശിയിൽ മുന്നോട്ട് നീങ്ങുന്നവരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ നല്ല കലഹമായി. അയാൾക്കല്പം പനിച്ച കാലമായിരുന്നു. കലഹം തീരുന്നത് വരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് അയാൾ വീട് വിട്ടിറങ്ങി. ഏതോ ഒരു ട്രെയിൻ കയറി റഷ്യയിലെ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. രാവിലെ മഞ്ഞു കോരാൻ വന്നവരാ കണ്ടത്. അവരുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ തെരുവ് തണ്ട് കണക്ക് മരിച്ചിരിക്കുന്നു. നാട്ടിൽ മുഴുവൻ മാലാഖയായിട്ട് കാര്യമല്ല. ഒരാളുടെ ഉത്തരവാദിത്തം മറന്നാൽ, കുടുംബത്തോടുള്ള, താനായിരിക്കുന്ന ഇടങ്ങളിലുള്ള കമ്മിറ്റ്മെന്റ് മറന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം പരിഹാസപാത്രമാകയില്ലേ? ശിംശോന്റെ കാലഘട്ടത്തിന് ശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പിന്നെ ന്യായാധിപന്മാരെ പറ്റി പറയുന്നില്ല. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: എല്ലാവരും സ്വന്തം കാഴ്ചയിൽ ശരിയായത് ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഒരു ദുഃഖകരമായ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടാണ്. 21-ാം അധ്യായം 25-ാം വാക്യം: ആ കാലത്ത് ഇസ്രയേലിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും സ്വന്തം കണ്ണിൽ ശരിയായത് ചെയ്തു. അതിനർത്ഥം എന്താ? അവരവർ കിണങ്ങിയതുപോലെ ജീവിച്ചു. അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. അവരവരുടെ ഈ വർത്തമാനകാല സുഖങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചു. ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ശിംശോന്റെ പാളിച്ച, ബലഹീനത 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം കൂടെയുള്ളതാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോയി. മൃതമാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോയി. കാഴ്ചയാണ് ബലമെന്നുള്ളത് ശിംശോൻ മറന്നുപോയി. ഇവിടെയാണ് ഒരു ഭക്തൻ ബലഹീനനാകുന്നത്. ദൈവം കൂടെയുള്ളതാണ് ബലമെന്ന് മനസ്സിലാക്കാത്തപ്പോൾ അയാൾ ബലഹീനനാകും. ദൈവമേൽപ്പിച്ചിരിക്കുന്ന വ്രതത്തിന്റെ അനുഭവങ്ങളിൽ, ദൈവമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട, പവിത്രീകരിക്കപ്പെട്ട ആ നിയോഗബോധ്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അയാൾ ബലഹീനനാകും. ഭാവിയെപ്പറ്റി ദർശനമില്ലാതെ വർത്തമാനകാല സുഖങ്ങളിൽ കേന്ദ്രീകൃതമാകുമ്പോൾ അയാൾ ബലഹീനനാകും. ഇവിടെ ഈ വേദഭാഗത്തിനൊരു അനുബന്ധമുണ്ട്. ശിംശോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്: കർത്താവായ യഹോവേ, എന്നെ ഒന്നോർക്കണം. ബലം നഷ്ടപ്പെട്ട ശിംശോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ശിംശോനിലേക്ക് ശക്തിയെ പ്രവഹിപ്പിച്ച് നൽകുകയാണ്. വീണ്ടും ശിംശോൻ ബലമുള്ളവനായി മാറി. ഒരു ദുരന്ത കഥാപാത്രമായിട്ടല്ല ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ കാണപ്പെടുന്നത്. പുതിയ നിയമം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് ദൈവാത്മാവ് ശിംശോനെ കൊണ്ടെത്തിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, അതിനൊരു അനുബന്ധമുണ്ട്. ഒടുവിൽ ശിംശോൻ തിരിച്ചറിയുന്നു ദൈവം കൂടെയുള്ളതാണ് ബലം. ഒടുവിൽ ശിംശോൻ തിരിച്ചറിയുന്നു തൻ്റെ വിരുദ്ധമായിരുന്നു തൻ്റെ ബലമെന്ന്. ഒടുവിൽ ശിംശോൻ തിരിച്ചറിയുന്നു
കാഴ്ചയായിരുന്നു തൻ്റെ ബലമെന്ന്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ബലം ദൈവം കൂടെയുള്ളതാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ബലം വൃദ്ധമുള്ള ജീവിതമാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ബലം ഭാവിയെപ്പറ്റി കാഴ്ചയുള്ള ജീവിതമാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.